الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, നമ്മയും ഈ മഹത്തായ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന ഏകനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനാ നിർദ്ദേശങ്ങളും മാർഗരേഖകളും നമ്മുടെ ജീവിതത്തിൽ രഹസ്യവും പരസ്യവുമായ മുഴുവൻ ഘട്ടങ്ങളിൽ കൃത്യമായി സൂക്ഷിച്ചുകൊണ്ടും പാലിച്ചുകൊണ്ടും അനുസരിച്ചുകൊണ്ടും വളരെ ശ്രദ്ധയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും ആദ്യമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനേറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വാലിഹീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം എല്ലാവരും ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ റബ്ബിന്റെ മഹനീയമായ ജന്നാത്തുൻ നഈമിൽ അവൻ നമ്മെ നമ്മുടെ കുടുംബത്തോടൊപ്പം ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മുടെ നാടിന് നിർഭയത്വമുള്ള സമാധാനമുള്ള നാടാക്കി റബ്ബ് എന്നെന്നും നിലനിർത്തി അനുഗ്രഹിക്കട്ടെ.
സമ്പത്തിന്റെ വിഷയത്തിൽ മനുഷ്യന്റെ പൊതുവായ ഒരു ധാരണ എന്ന് പറയുന്നത് തനിക്ക് കൂടുതലായി സമ്പാദിക്കണമെന്നും മറ്റൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വരുന്നൊരവസ്ഥ വരാതെ തനിക്കും തന്റെ കുടുംബത്തിനും നിർഭയത്വത്തോടുകൂടി ഇസ്സത്തോടുകൂടി നിലനിൽക്കുവാനുള്ള സമ്പത്ത് വേണം എന്നുള്ള ആഗ്രഹം നമുക്കുണ്ട്. പക്ഷേ മനുഷ്യന്റെ പൊതുവായൊരു പ്രകൃതം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കാന ലിബ്നി ആദമ വാദിൻ മിൻ ദഹബ്, ആദം സന്തതികളായ മനുഷ്യന് സ്വർണത്തിന്റെ ഒരു താഴ്വര ലഭിച്ചു കഴിഞ്ഞാൽ അഹബ്ബ അന്ന ലഹു വാദിയൻ ആഖർ, അവൻ എന്ത് ചെയ്യും? രണ്ടാമതൊരു താഴ്വര കൂടി ലഭിച്ചിരുന്നെങ്കിൽ എന്ത് ചെയ്യും? എന്നാ രൂപത്തിൽ അവൻ ആഗ്രഹിക്കും. വലൻ യംലഅ ഫാഹു ഇല്ല തുറാബ്, അവന്റെ വായ മൂടാൻ, അവന്റെ വായ നിറയ്ക്കാൻ മണ്ണിനല്ലാതെ സാധിക്കില്ല, മരണത്തോടുകൂടി അല്ലാതെ സാധിക്കില്ല എന്നുള്ളതാണ്. മരണം വരെ മനുഷ്യൻ കിട്ടിയതിൽ തൃപ്തിപ്പെടാതെ വീണ്ടും കൂടുതലായി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്വര അവന്റെ മനസ്സിലുണ്ടാകും. അത് അവന്റെ പ്രകൃതമാണ് എന്നുള്ളതാണ്. ഈ സമ്പത്തിന്റെ പിന്നാലെ, ദുനിയാവിന്റെ പിന്നാലെ മനുഷ്യന്മാരിങ്ങനെ പായുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറയുന്നുണ്ട്. മനുഷ്യ, ഈ മനുഷ്യന്മാരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, യഖൂലുൽ അബ്ദ് മാലി മാലി, എന്റെ സമ്പത്ത്, എന്റെ ധനം എന്നിങ്ങനെ മനുഷ്യൻ ഇങ്ങനെ വാവിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്ക് എന്റെ സമ്പത്ത്, എന്റെ ധനം, അത് എന്റേതാണ്, എന്റേതാണ് എന്നുള്ള രൂപത്തിൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, ഇന്നമാ ലഹു മിൻ മാലിഹി സലാസുൻ, മൂന്ന് കാര്യങ്ങളല്ലാതെ നിന്റെ സമ്പത്തിൽ നിന്ന് നിനക്കില്ല. ഒന്നാമത്തേത് മാ അകല ഫഅഫ്ന, നീ തിന്നു തീർത്തതാണ്. നീ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്, ആ ഭക്ഷണം കഴിച്ചത് കൊണ്ട് ശരീരത്തിന് വല്ല ഉപകാരവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളോ തിന്നു തീർത്തതല്ലാതെ സമ്പത്തിൽ നിന്ന് നിനക്കില്ല. രണ്ടാമതായി പറഞ്ഞു ഔ ലബിസ ഫഅബ്ല, അവൻ ധരിച്ച് ദ്രവിച്ചതാണ്. നമ്മൾ ധരിച്ച വസ്ത്രങ്ങൾ അത് ദ്രവിച്ചു പോയി, അതുകൊണ്ട് നമുക്ക് ഉപകാരം കിട്ടി. മൂന്നാമതായി പറഞ്ഞു ഔ അഅതാ ഫഖതന, അവൻ കൊടുത്തു നേടിയത് ഏതെങ്കിലും രൂപത്തിൽ അള്ളാന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ അവൻ നേടുന്ന പ്രതിഫലങ്ങളല്ലാതെ ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് മറ്റൊന്നും അവന്റെ സമ്പത്തിൽ നിന്ന് അവനിക്ക് അവന്റേതായിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് മനുഷ്യൻ എന്റെ ധനം, എന്റെ ധനം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ സമ്പത്തിന്റെ പിന്നാലെ ഓടുന്ന മനുഷ്യന്മാർ, ധാരാളം ഒന്ന് കിട്ടിയാൽ അതിൽ തൃപ്തിപ്പെടാതെ രണ്ടാമതൊന്നിനു വേണ്ടി ഇങ്ങനെ കുതിച്ചു പായുന്ന മനുഷ്യന്മാർ, ഈ മനുഷ്യന്മാരുടെ ഓട്ടം എവിടെ ചെന്നാണ് അവസാനിക്കുക? ഈ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ എത്രത്തോളം വലിയ സമ്പന്നതയും ഐശ്വര്യവുമാണ് അവൻ നേടിയെടുത്തിട്ടുള്ളത്? ആ സമ്പത്ത് കൊണ്ട് എന്താണ് അവൻ നേടിയതെന്ന് അവൻ ചിന്തിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ വിചാരം എന്ന് പറഞ്ഞാൽ ഒരുപാട് സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ഐശ്വര്യമാണ്, അത് മതി നമുക്ക് സമ്പന്നത, അത് മാത്രം മതി നമ്മുടെ ജീവിതത്തിന്റെ സമാധാനത്തിന്, വേറൊന്നും വേണ്ട എന്നുള്ളൊരു തെറ്റായ പൊതുവെയുള്ള ധാരണ മനുഷ്യന്മാർക്കുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലൈസൽ ഗിന അൻ കസ്റത്തിൽ അർള്, ദുനിയാവിൽ ഭൗതികമായ വിഭവങ്ങളുടെ ആധിക്യമല്ല ഒരിക്കലും ഐശ്വര്യം അഥവാ സമ്പന്നത എന്ന് പറയുന്നത്. വലാകിന്നൽ ഗിന ഗിനൻ നഫ്സ്, മറിച്ച് നമ്മുടെ മനസ്സിന്റെ സമാധാനമുണ്ടല്ലോ, മനസ്സിന്റെ ഐശ്വര്യമുണ്ടല്ലോ, മനസ്സിൽ കടന്നു വരുന്ന സംതൃപ്തി ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥമായ സമ്പന്നത, അതാണ് യഥാർത്ഥമായ ഐശ്വര്യം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ സമ്പത്ത് കൊണ്ട് അല്ലെങ്കിൽ പൈസ ഒരുപാട് കുമിഞ്ഞുകൂടിയാൽ എന്താ നമുക്ക് നേടാൻ സാധിക്കുക? ചില വാചകങ്ങളുണ്ട്, കലാമുൻ ലാ യഫ്ഹമുഹു ഇല്ലൽ ഉഖലാ, ഈ വാക്കുകൾ ബുദ്ധിമാന്മാർക്കല്ലാതെ മറ്റാർക്കും അത് തിരിയില്ല, മനസ്സിലാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതിനുശേഷം പറയുന്ന ചില വാക്കുകളാണ് അൽമാൽ യഷ്തരി സരീർ വലാ യഷ്തരി നൗം. സമ്പത്ത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ടിൽ മേടിക്കാൻ പറ്റും, പക്ഷേ ഉറക്കം നമുക്ക് വാങ്ങാൻ പറ്റൂല. സമ്പത്ത് കൊണ്ട് കട്ടിൽ വാങ്ങാം, ഉറക്കം വാങ്ങാൻ പറ്റൂല. അതുപോലെ തന്നെ അൽമാൽ യഷ്തരി ദവാ വലാ യഷ്തരി ശിഫാ, നമുക്ക് എന്ത് ചെയ്യാം? അസുഖം വന്നാൽ ആ അസുഖത്തിനെ ചികിത്സിച്ചുകൊണ്ട് നമുക്ക് മരുന്ന് വാങ്ങിക്കാൻ പറ്റും സമ്പത്ത് കൊണ്ട്, പക്ഷേ ആ പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ശമനം, ശിഫ വാങ്ങാൻ പറ്റില്ല. അത് റബ്ബിൽ നിന്ന് കിട്ടേണ്ടുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സമ്പത്ത് കൊണ്ട് നമുക്ക് ഭക്ഷണം വാങ്ങിക്കാൻ പറ്റും, വിശപ്പോ ആ ഭക്ഷണത്തിന്റെ രുചിയോ നമുക്ക് വാങ്ങാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. സമ്പത്ത് കൊണ്ട് നമുക്ക് സന്മാർഗത്തിലേക്ക് നയിക്കുന്ന സ്വഭാവ സംസ്കരണത്തിനുള്ള പുസ്തകങ്ങൾ നമുക്ക് വാങ്ങിക്കാൻ പറ്റും, പക്ഷേ സ്വഭാവ ഗുണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? പൈസ കൊടുത്തുകൊണ്ട് വാങ്ങാൻ പറ്റൂല എന്നുള്ളതാണ്. അതുപോലെ തന്നെ പറഞ്ഞു അൽമാലു യഷ്തരി സാഅ വലാ യഷ്തരി സമൻ, സമ്പത്ത് കൊണ്ട് നമുക്ക് വാച്ച് വാങ്ങിക്കാൻ പറ്റും, പക്ഷെ സമയം നമുക്ക് വാങ്ങാൻ പറ്റൂല. പിന്നെ എവിടെയാണ് സമ്പത്തിനുള്ള പ്രാധാന്യം?
2-3 ചരിത്രങ്ങൾ, സംഭവങ്ങൾ നിങ്ങളുടെ മനസ്സുകളിലേക്ക് ഞാൻ ഇട്ടുതരാം. ഒന്ന്, 2018 മരണപ്പെട്ട വ്യവസായികൾക്കിടയിൽ വേൾഡ് ബോസ് എന്നറിയപ്പെടുന്ന ഒരു ഷാറോൺ സുഖഡിയോ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. 2018 അദ്ദേഹത്തിന്റെ മരണം. അതീവ സമ്പന്നനായിരുന്ന ഒരു വ്യക്തി, ധാരാളം സമ്പത്ത് കുമിഞ്ഞുകൂടി ജീവിച്ചിരുന്ന, അതിന്റെ എല്ലാ ആർഭാടത്തിലും ജീവിച്ചിരുന്ന വ്യക്തി. ഈ വ്യക്തിയുടെ ജീവിതമല്ല ചർച്ചയാകുന്നത്, മറിച്ച് 2018 മാർച്ച് മാസത്തിൽ അദ്ദേഹം മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങ് എന്ത് ചെയ്യാണ് ലോകം മുഴുവനും ശ്രദ്ധയാർജിച്ചൊരു സംഭവമായിരുന്നു. അതെന്ത് എന്ന് വെച്ചാൽ, ഒന്നാമതായി അദ്ദേഹത്തിന്റെ ശവമടക്കി അദ്ദേഹത്തിന് വാങ്ങിച്ച ശവപ്പെട്ടി എന്ന് പറയുന്നത് ഏകദേശം $50,000 ഇന്ത്യൻ മണിയിലേക്ക് അത് കൺവെർട്ട് ചെയ്യുകയാണെങ്കിൽ 35-നും 40 ലക്ഷം രൂപയ്ക്കും ഇടയിൽ വരുന്ന സ്വർണം പൂശിയ, സ്വർണത്താൽ നിർമ്മിച്ച $50,000 ഒരു ശവപ്പെട്ടിയിലാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹത്തെ മറവ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്വർണ്ണ വളകളും സ്വർണ്ണ മോതിരങ്ങളും ഉൾപ്പെടെ കിലോ കണക്കിന് ഏകദേശം $2 ദശലക്ഷം ഇന്ത്യൻ മണിയിലേക്ക് നോക്കുകയാണെങ്കിൽ 13 മുതൽ 15 വരെ കോടി ഇന്ത്യൻ രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഈ മനുഷ്യനെ അദ്ദേഹത്തിന്റെ കല്ലറയിലേക്ക് കൊണ്ടുപോയി വെക്കുന്നത്. കോടിക്കണക്കിന് രൂപ വില വരുന്ന വാഹനത്തിലാണ് അദ്ദേഹത്തിന്റെ ശവമഞ്ചം ചുമന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ കൊണ്ടുപോകുന്നത്. നാം ഒന്ന് ചിന്തിക്കണം, അദ്ദേഹം ഉണ്ടാക്കിയ അദ്ദേഹത്തിന്റെ സമ്പത്ത് ഈ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, ദുനിയാവിൽ ചെലവഴിക്കുന്നത്. മറിച്ച് അദ്ദേഹത്തിന്റെ ആ സമ്പത്ത് കൊണ്ട് എന്ത് നേട്ടമാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ദ ഗ്രേറ്റ് അലക്സാണ്ടർ ചക്രവർത്തി അദ്ദേഹത്തിന്റെ മരണത്തിന് മുമ്പായി അദ്ദേഹം തന്റെ പരിവാരങ്ങൾക്ക് നൽകിയ 3 നിർദ്ദേശങ്ങൾ നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അതിലൊന്നാമത്തെ ഉപദേശം, അദ്ദേഹം പറയുന്ന ഒരു കാര്യം തന്റെ പരിവാരങ്ങളോട് പറയുന്നത്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവമഞ്ചം ചുമക്കേണ്ടത് എന്നെ ചികിത്സിച്ച ഡോക്ടർമാരാണ്, വൈദ്യന്മാരാണ് എന്നുള്ളതാണ്. കാരണം അതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ എന്ന് പറയുന്നത് വെറും നിസ്സഹായനായ വ്യക്തിയാണ്. ഈ ദുനിയാവിൽ എത്ര വലിയ കൊലകൊമ്പനായ ഡോക്ടർമാർ വന്നാലും മരണത്തെ പിടിച്ചു നിർത്താനോ മരണത്തെ തടുക്കാനോ മരണത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കാനോ ഒരു ഡോക്ടർമാർക്കും സാധിക്കില്ല എന്നുള്ളത് ജനം അറിയണം എന്നുള്ളതാണ്. രണ്ടാമതായി അദ്ദേഹം നൽകിയ ഉപദേശം എന്ന് പറയുന്നത്, താൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യങ്ങൾ മുഴുവനും, സ്വർണവും വെള്ളിയും വിലപിടിപ്പുള്ള രത്നങ്ങളും മറ്റും മുഴുവനുമെല്ലാം തന്റെ ശവമഞ്ചം ചുമന്നു കൊണ്ടുപോകുമ്പോൾ വഴിയിലൂടെ വിതറിയിടണം. കാരണം താൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ സമ്പത്തൊന്നും തന്നെ അലക്സാണ്ടറിന് ഉപകാരപ്പെട്ടില്ല എന്നുള്ളത് എന്ത് ചെയ്യണം, ജനം തിരിച്ചറിയണമെന്ന് അദ്ദേഹം പറയുന്നത്. മൂന്നാമതായി അദ്ദേഹം കൊടുക്കുന്ന ഉപദേശം, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ശവമഞ്ചം കൊണ്ടുപോകുമ്പോൾ എന്റെ ഇരുകരങ്ങളും എന്ത് ചെയ്യണം, ശവമഞ്ചത്തിന്റെ പുറത്തേക്കിടണം. കാരണം ജനങ്ങൾ മനസ്സിലാക്കണം, അലക്സാണ്ടർ ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ ഒന്നുമില്ലാതെയാണ് കടന്നു വന്നത്. തിരിച്ചു പോകുമ്പോഴും തന്റെ കൈകളിലൊന്നും ചുരുട്ടി പിടിച്ചിട്ടില്ല എന്ന് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് അലക്സാണ്ടർ ചക്രവർത്തി പറയാ. സഹോദരങ്ങളെ, സമ്പത്തിന് എവിടെയാ സ്ഥാനമുള്ളത്? പരിശുദ്ധ ഖുർആനിൽ ഒരു കഥ പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഇസ്രായേൽ വംശജനായ ഖാറൂനിന്റെ ചരിത്രം സൂറത്തുൽ ഖസസിലാണ് അല്ലാഹ് പറയുന്നത്. ഈ ഖാറൂനിന്റെ ചരിത്രം കൃത്യമായി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഈ ദുനിയാവിൽ അദ്ദേഹത്തെക്കാൾ വലിയൊരു കോടീശ്വരൻ വന്നിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചൊരു പ്രയോഗമുണ്ട്. എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കാൻ കിങ്കരന്മാരായ അതിശക്തന്മാരായ പടയാളികൾ, പണിക്കാർ, ഖജനാവിന്റെ താക്കോലുകൾ ചുമക്കാൻ പോലും ആ രൂപത്തിൽ ശക്തന്മാരായ മല്ലന്മാരായ ചില ആൾക്കൂട്ടമുണ്ടായിരുന്നു എന്നുള്ളത്. ആ ആൾക്കൂട്ടം കൂടിയിട്ടാണ് അദ്ദേഹത്തിന് ഖജനാവിന്റെ താക്കോലുകൾ ചുമന്നുകൊണ്ടുപോയിരുന്നത്. അത്രത്തോളം വലിയ ധനാഢ്യനായ, ധനികനായ, കോടീശ്വരനായ വ്യക്തി. അദ്ദേഹം അഹങ്കരിക്കാണ്. ജനങ്ങൾ പറഞ്ഞു, അഹങ്കരിക്കരുത്. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ കഴിവും പ്രാപ്തിയും കൊണ്ടുണ്ടാക്കിയതാ. നമ്മുടെ കൂട്ടത്തിലും പല ആളുകൾ പറയാറില്ലേ, ഇത് ഞാൻ നയിച്ചുണ്ടാക്കിയത്, ചോര നീരാക്കി ഉണ്ടാക്കിയതാ, അതങ്ങനെ വെറുതെ ഒന്നും കൊടുക്കാൻ പറ്റൂല എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. പലപ്പോഴും നമ്മൾ കേട്ടതായ അനുഭവങ്ങൾ ഉണ്ടാകും. എന്തിനധികം പറയുന്നു, നമ്മളടക്കം നമ്മുടെ മനസ്സുകളിൽ അറിയാതെ പോലും ചിലപ്പോൾ കടന്നു വരാവുന്ന ഒരു തോന്നലാണത്. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യമാണ് എന്നുള്ള ചിന്ത.
ഖാറൂനും അത് തന്നെയാ പറഞ്ഞു, അഹങ്കരിച്ചു, ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ് എന്ന് പറഞ്ഞു. ജനങ്ങൾ പറഞ്ഞു അഹങ്കരിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ അഹങ്കാരം നിമിത്തം അല്ലാഹ് ഭൂമിയോട് പറഞ്ഞു, ഭൂമി നീ എന്ത് ചെയ്യാ, അദ്ദേഹത്തെ വിഴുങ്ങുക. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സമ്പത്തും കൊട്ടാരവും അടക്കം തനിക്ക് എന്തെല്ലാം ഉണ്ടായിരുന്നു അത് മുഴുവനും ഭൂമിയിലേക്ക് അല്ലാഹ് ആഴ്ത്തിക്കളഞ്ഞു എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഫഹുവ യതജൽജലു ഫിൽ അർളി ഇലാ യൗമിൽ ഖിയാമ, അവൻ ഖിയാമത്ത് നാൾ വരെ എന്ത് ചെയ്യും, ഭൂമിയിലേക്ക് ഇങ്ങനെ താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കും. അത്ര വലിയ ശിക്ഷയാണ് അല്ലാഹ് സമ്പത്തിന്റെ പേരിൽ അഹങ്കരിച്ചത് കൊണ്ട് ഖാറൂനിന് നൽകിയത്. നമ്മൾ മനസ്സിലാക്കണം, അഹങ്കാരം പാടില്ല. സമ്പത്തോ അതല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള പദവികളോ നമുക്കുണ്ടെങ്കിൽ അതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കരുത്, താൻ പോലും നടിക്കരുത്. നമ്മൾ അഹങ്കാരം നമ്മെ നശിപ്പിച്ചു കളയുമെന്നുള്ളതാണ്. സകല സമ്പത്തിന്റെയും ഉടമാവകാശം എന്ന് പറയുന്നത് പ്രപഞ്ചലോക രക്ഷിതാവായ റബ്ബിന് മാത്രം അവകാശപ്പെട്ടതാ. നമുക്കാർക്കും ഒരു അണുമണിത്തൂക്കം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവകാശപ്പെടാൻ സാധിക്കില്ല ആ സമ്പത്തിന്റെ പേരിൽ. അത് അല്ലാഹ് നമുക്ക് നൽകിയതാ. ഒന്നുമില്ലാതെ ചുരുട്ടിപ്പിടിച്ച കൈകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ആ കൈകളോടെ തന്നെ മലർത്തിപ്പിടിച്ചുകൊണ്ട് നമ്മൾ ഇവിടുന്ന് പോകേണ്ട വരും. ഒന്നും കൂടെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കില്ല. നമ്മൾ അള്ളാഹിനോട് നന്ദി കാണിക്കണം. നമുക്ക് നൽകിയ സമ്പത്തുണ്ടല്ലോ, നമുക്ക് നൽകിയ ഐശ്വര്യമുണ്ടല്ലോ, നമുക്ക് നൽകിയ പ്രതാപമുണ്ടല്ലോ, അത് കണ്ടറിഞ്ഞുകൊണ്ട് അള്ളാഹിനോട് അങ്ങേയറ്റം വിധേയത്വം കാണിച്ചുകൊണ്ട് നന്ദി കാണിച്ചുകൊണ്ട് വിനയാനിതരായി ജീവിക്കാൻ, ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് പറ്റണം സഹോദരങ്ങളെ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയാണ് നമ്മുടെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ സാധിക്കാത്ത രൂപത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാശമായിരിക്കും അതിലൂടെ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ചില ആളുകൾക്ക് സമ്പത്ത് എന്ന് പറഞ്ഞാൽ, ആഡംബരം എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ സ്വന്തമായി ഉണ്ടാകുന്ന വലിയ വലിയ വാഹനങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ജീവിതത്തിൽ അവൻ നേടിയെടുക്കുന്ന വലിയ പ്രിവിലേജായി കാണുന്ന മനുഷ്യന്മാരുണ്ട്. തൻ്റെ വീട് കാണിച്ചുകൊണ്ട്, തൻ്റെ സമ്പത്ത് കാണിച്ചുകൊണ്ട്, തൻ്റെ സമ്പന്നത കാണിച്ചുകൊണ്ട്, ജനങ്ങൾക്ക് മുമ്പിൽ ഇത് പ്രകടമാക്കിക്കൊണ്ട് താൻ പോരുമ നടിക്കുന്നവരായ, അതൊക്കെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്നവരായ, അതൊക്കെ വലിയ പ്രിവിലേജായി കാണുന്നവരായ മനുഷ്യന്മാരുണ്ട്. കൃത്യമായ ധാരണയും അറിവുമില്ലാത്തത് കൊണ്ടാണ് ആ മനുഷ്യന്മാരങ്ങനെ പോകുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ രൂപത്തിൽ സമ്പത്തിന്റെ കാര്യത്തിൽ വലിയ പ്രിവിലേജ് നടിച്ചുകൊണ്ട് കാണിച്ചുകൊണ്ട് നടക്കുന്ന, അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന മനുഷ്യന്മാർ, ഈ ആളുകളിൽ കടന്നു വരുന്ന ഒരു സ്വഭാവ ദൂഷ്യം, അതല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് സോഷ്യൽ വാലിഡേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കേട്ടിട്ടുണ്ടാവും സോഷ്യൽ വാലിഡേഷൻ. സോഷ്യൽ വാലിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്നെക്കുറിച്ച് എൻ്റെ സമൂഹം, എൻ്റെ സമുദായം, എൻ്റെ നാട്ടുകാർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത. നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പണിയെടുത്തുകൊണ്ട്, നാട്ടുകാരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി പണിയെടുക്കുന്നവരായ മനുഷ്യന്മാരായ ആളുകൾ, സമുദായത്തിന് വില കൽപ്പിക്കുന്നവരായ ആളുകൾ, ഈ ആളുകൾ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ഭയത്തോടുകൂടി ജീവിക്കുന്നവരായ ആളുകൾ. അതുപോലെ തന്നെ എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് സ്ഥാനമാനങ്ങളുണ്ട്, പദവിയുണ്ട്, ഈ ആളുകൾ എന്നെ ബഹുമാനിക്കണം, സമുദായം എന്നെ ബഹുമാനിക്കണം, ആദരിക്കണമെന്നുള്ള ചിന്തയോടുകൂടി നടക്കുന്ന ആളുകൾ. ഇത്തരം സ്വഭാവമുള്ള ചിന്തയുള്ള ആളുകൾക്ക് സമുദായത്തിൽ നിന്ന് വരുന്ന ചില ചോദ്യങ്ങളും, സമുദായം അവരെ നിർത്തിപ്പൊരിക്കുന്നതായ ചില സിറ്റുവേഷൻ വരുമ്പോൾ അത്തരം സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ, അത്തരം സാഹചര്യങ്ങളെ മറികടക്കാൻ ഇവർക്ക് മാനസികമായി കഴിയാതെ വരും. അപ്പൊ ഈ മനുഷ്യന്മാർ കാട്ടിക്കൂട്ടുന്നൊരു സ്വഭാവമാണ് ആത്മഹത്യ എന്നുള്ളത്. കയ്യിൽ തോക്കാണെങ്കിൽ എടുത്ത് വെടിവെക്കും, കയത്തിയാണെങ്കിൽ എടുത്ത് കുത്തും, എന്തെങ്കിലും എടുത്ത് കഴിച്ചു മരിക്കാനാണെങ്കിൽ ആ രൂപത്തിൽ വിഷം കഴിച്ച് മയ്യത്താവും. ഇങ്ങനെ പല രൂപത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യന്മാരെന്ത് ചെയ്യും, കാട്ടിക്കൂട്ടും. ആ സമയത്ത് അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, ഈ സമുദായം എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്തയ്ക്ക് പകരമായി എന്നെ സൃഷ്ടിച്ച, എന്നെ ഈ ദുനിയാവിൽ പടച്ച, എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന എന്റെ റബ്ബ് എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമെന്നുള്ള ഈമാനികമായ ആത്മീയമായ ചിന്ത ഈ മനുഷ്യന്മാരുടെ മനസ്സുകളിലേക്ക് എന്ത് ചെയ്യില്ല, കടന്നു വരില്ല എന്നുള്ളതാണ്. നമ്മുടെ സമൂഹത്തിനൊരു കുഴപ്പമുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യൂനത, കുഴപ്പമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ആ മനുഷ്യന്മാരെ കല്ലെറിയുന്നതായ ഒരു മോശപ്പെട്ടൊരു ഗുണം. ആ കൂട്ടത്തിൽ നമ്മുടെ പല ആളുകളും, അല്ലെങ്കിൽ നമ്മളൊക്കെ അറിയാണ്ട് പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒരാളൊരു തെറ്റുകാരനാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആരോപണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, സത്യമാണോ അസത്യമാണോ എന്നറിയാതെ കല്ലെറിയുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും പോയി പെടും. നമ്മളതിൻ്റെ യാഥാർത്ഥ്യം അന്വേഷിച്ച് പോകാറില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കണം.
പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്നൊരു ടോക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ഒരു വർത്തമാനം നമ്മൾ കേട്ടിട്ടുണ്ട്. ആ രൂപത്തിലായിരിക്കണം നമ്മൾ. നമ്മുടെ കൈകൾ അത് നിഷ്കളങ്കമാണോ, നമ്മുടെ കൈകൾ അത് വെള്ളയുള്ളതാണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം, ചിന്തിക്കണം. നമ്മൾ ആ രൂപത്തിലായിരിക്കണം ഓരോ പ്രതികരണങ്ങളും തീരുമാനങ്ങളും നമ്മൾ എടുക്കേണ്ടത് എന്നുള്ളതാണ്. സമൂഹത്തിന് എന്ത് തോന്നുമെന്നുള്ള ചിന്തയാകരുത് നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരേണ്ടത്. ഒരുപാട് ആളുകൾ ആ രൂപത്തിൽ ആ ചിന്തയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, സ്വന്തം ജീവിതം തന്നെ അവസാനിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ്, അവസാനിപ്പിച്ചു പോയിട്ടുണ്ട്. ഒരാൾ തോറ്റുപോകുമ്പോൾ അതല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിൽ വീഴ്ച സംഭവിക്കുമ്പോൾ കൂട്ടമായി കല്ലെറിയുന്ന പ്രവണത ഉണ്ടാകാൻ പാടില്ല. സമൂഹം നന്നാകട്ടെ, ആ ആളുകൾ നന്നാകട്ടെ എന്നുള്ള ചിന്തയല്ല നമുക്ക് വരേണ്ടത്. നമ്മൾ നന്നാകണം. നമ്മളാദ്യം കല്ലെറിയൽ നിർത്തണം, നമ്മളാദ്യം പഴിചാരൽ നിർത്തണം, നമ്മളാദ്യം കുറ്റമാരോപിക്കുന്നത് നിർത്തണം. മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യന്മാർക്കും വീഴ്ചകൾ പറ്റും, എല്ലാ മനുഷ്യന്മാർക്കും കുറവുകളും ന്യൂനതകളും ഉണ്ടാകും. അത് മനസ്സിലാക്കിക്കൊണ്ട് ആ കുറവുകൾ തിരുത്താനുള്ള, ആ വീഴ്ചകൾ അത് തിരുത്തി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം നമ്മൾ എന്ത് ചെയ്യണം, ആ മനുഷ്യന്മാർക്ക് കൊടുക്കണം. എങ്കിൽ മാത്രമാണ് യഥാർത്ഥമായ വിജയത്തിലേക്ക്, നമുക്ക് ഉന്നതിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. നാം പറഞ്ഞു വന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, സമ്പത്ത് അത് അള്ളാഹ് നമുക്ക് നൽകിയതാണ്. ആ സമ്പത്ത് നമ്മൾ അള്ളാഹ് നൽകിയ സൗഭാഗ്യമാണ്, അനുഗ്രഹമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ വലിയ വിനയത്തോടുകൂടി, നന്ദിയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരു രീതിയിലുമുള്ള അഹങ്കാരം നമ്മുടെ തലക്ക് പിടിച്ച് നടക്കുന്ന, മത്ത് പിടിച്ച് നടക്കുന്നവന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുപോകരുത്. ഒന്ന് കിട്ടിയാൽ രണ്ടാമതൊന്നുകൂടി കിട്ടിയിരുന്നെങ്കിൽ, കുറച്ചുകൂടി കൂടുതൽ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നുള്ള ചിന്ത നമ്മൾ നാശത്തിലേക്ക് കൊണ്ടുപോയി നയിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സമ്പത്തിന്റെ വിഷയത്തിൽ അതീവ ശ്രദ്ധ നമുക്കുണ്ടാകണം. ആ സമ്പത്ത് കൊണ്ട് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതിലൂടെ കിട്ടുന്ന പ്രതിഫലമല്ലാതെ മറ്റൊരു നേട്ടവും നമുക്കില്ല. സമ്പത്ത് ദുനിയാവിൽ ഒരു മനുഷ്യന് അള്ളാഹ് കൂടുതലായി കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് ഉദ്ദേശമേ അള്ളാഹ്ക്കുള്ളൂ. ഒന്ന് അവനെ പരീക്ഷിക്കാനാണ്, അല്ലെങ്കിൽ അവനെ ശിക്ഷിക്കാനാണ്. അതുകൊണ്ട് സമ്പത്തിന്റെ ആധിക്യം ഒരാളുടെ കൈകളിൽ സാധാരണഗതിയിൽ പെരുമാറുന്നതിനേക്കാൾ കൂടുതലായി സമ്പത്ത് ഒരാളുടെ കൈകളിൽ കുമിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കോ, അവനെ അള്ളാഹ് ശക്തമായി പരീക്ഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അവനെ അള്ളാഹ് ശക്തമായി ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്കൊരു സ്ഥാനവും ദുനിയാവിൽ സമ്പത്തിന്റെ കാര്യത്തിനില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് അള്ളാഹ് നമുക്ക് നൽകിയ സമ്പത്ത് അള്ളാഹിന്റെ മാർഗത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഒട്ടും കിബറില്ലാതെ, അഹങ്കാരമില്ലാതെ, അഹംഭാവമില്ലാതെ, ഞാൻ എന്നുള്ള ഭാവമില്ലാതെ ജനങ്ങളുടെ മുമ്പിൽ വിനയത്തോടുകൂടി നടക്കാനും പെരുമാറാനും സംസാരിക്കാനും ഇടപഴകാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹിൽ അഹദ് والفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد. അള്ളാഹിനെ സൂക്ഷിച്ചുകൊണ്ട് കൃത്യമായ ശ്രദ്ധയോടുകൂടി, തഖ്വയോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സമകാലികവുമായി, സാഹചര്യവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ളൊരു വിഷയം പറയാം, ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ സമൂഹം ഓരോ ദിവസങ്ങളും എങ്ങനെയൊക്കെ ആഘോഷകരമാക്കാമെന്നുള്ള ചിന്തയിൽ പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ട് ഓരോ നിമിഷങ്ങളെയും സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് ആ രൂപത്തിൽ ആഘോഷമാക്കിക്കൊണ്ട് പോകുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. കൗമാരക്കാരുടെയും യുവാക്കളുടെയും ആഘോഷങ്ങളിൽ പ്രായഭേദമന്യേ എന്ത് ചെയ്യുന്നു, മുതിർന്നവരും പങ്കുചേരുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 14 എന്താണ് പ്രത്യേകത എന്ന് നമുക്കറിയാം. കൗമാരക്കാരായ മക്കളോട് ചോദിക്കുകയാണെങ്കിൽ, യുവാക്കളോട് ചോദിക്കുകയാണെങ്കിൽ ചാടിക്കേറിയതിന് ഉത്തരം പറയും, വാലന്റൈൻസ് ഡേ. അടുത്ത വെള്ളിയാഴ്ച പറയേണ്ട വിഷയമാണ്, പക്ഷേ ഇന്നു മുതൽ പറഞ്ഞാലേ അതിന്റെ ഗൗരവം ഉണ്ടാകുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് ഇന്ന് ആ വിഷയം സൂചിപ്പിക്കുന്നത്. കാരണം ഇതൊരു പ്രത്യേകമായ ഒരു ദിവസത്തെ ആഘോഷമല്ല യുവാക്കൾക്കിടയിൽ. നാളെ മുതൽ, ഫെബ്രുവരി 7 മുതൽ ഇതിന്റെ ആഘോഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ പല ആളുകൾക്ക് അറിയില്ല എന്താണ് ഈ ദിവസങ്ങൾക്ക് പ്രത്യേകത എന്നുള്ളത്. നമ്മൾ മനസ്സിലാക്കണം, ഫെബ്രുവരി 7 എന്ന് പറഞ്ഞാൽ കമിതാക്കളായ ആളുകൾക്കിടയിൽ ഒരു റോസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ ആഘോഷിക്കുന്ന ദിവസമാണ്. തനിക്കിഷ്ടപ്പെട്ട ആളുകൾക്കൊരു പൂ കൊടുക്കുന്നു.
അത് കഴിഞ്ഞ് ഫെബ്രുവരി 8, അതിന്റെ പിറ്റേന്ന് പൂ കൊടുത്തതിന്റെ അടുത്ത ദിവസം എന്ത് ചെയ്യാണ്? പ്രപ്പോസ് ഡേ ആണ്. പ്രപ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ദിവസം. അത് കഴിഞ്ഞ് ഫെബ്രുവരി 9 വരുമ്പോൾ ചോക്ലേറ്റ് ഡേ ആയി. ഫെബ്രുവരി 9 ചോക്ലേറ്റ് ഡേ. അവർക്ക് ഇഷ്ടപ്പെട്ട വിലപിടിപ്പുള്ള പല ആകൃതിയിലുള്ള പല ഷേപ്പിലുള്ള ഹാർട്ടിന്റെ ഷേപ്പൊക്കെ ഉള്ള ചോക്ലേറ്റുകൾ വാങ്ങിയിട്ട് എന്ത് ചെയ്യും? ഇവര് സമ്മാനമായിട്ട് കൊടുക്കും. ഫെബ്രുവരി 10 ടെഡി ഡേ. ടെഡി ഡേ എന്ന് പറയുമ്പോൾ നല്ല ടെഡി ബെയറിന്റെ ബൊമ്മക്കുട്ടി വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യും? സമ്മാനമായിട്ട് കൊടുക്കും. ഫെബ്രുവരി 11 എന്ന് പറയുമ്പോൾ പ്രോമിസ് ഡേ ആണ്. ഞാൻ നിന്നെ കെട്ടിക്കോളാം എന്ന് പറയുന്ന വാക്ക് കൊടുക്കുന്ന ഒരു ദിവസം. ഇവരെ വാക്ക് കൊടുക്കുകയാണ്, പ്രോമിസ് ചെയ്യാണ് ഫെബ്രുവരി 11. ആ വാക്കിന്റെ പുറത്ത് പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഫെബ്രുവരി 12 എന്ന് പറയുമ്പോൾ ഹഗ് ഡേ. തലേന്ന് പ്രോമിസ് കൊടുത്തുള്ളൂ, പിറ്റേന്ന് ആ പ്രോമിസിനെ ഒന്നും കൂടി കൂട്ടി ഉറപ്പിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? ഇവനെ അവളെ കയറി അല്ലെങ്കിൽ അവൾ ഇവളെ കയറി ഒന്ന് കെട്ടിപ്പിടിക്കും, ഹഗ് ചെയ്യും. ഹഗ് ഡേ. അത് കഴിഞ്ഞ് ആ ഒരു വാക്കിനെ, പ്രോമിസിനെ ഒന്നും കൂടി ഉറപ്പിക്കാൻ വേണ്ടി ഫെബ്രുവരി 13 കിസ് ഡേ. കിസ് അടിക്കാൻ, ചുംബനം കൊടുക്കാനായിട്ടൊരു ദിവസം. ഇതിന്റെ ഒക്കെ പരിസമാപ്തിയാണ് ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേ. അന്ന് കൊട്ടിക്കലാശ. ഈ രൂപത്തിലേക്ക് എന്ത് ചെയ്യും? ആളുകൾ ഈ ദിവസത്തെ ആഘോഷമാക്കിയെടുക്കുക. മുസ്ലിമീങ്ങളെ നമ്മൾ പെട്ടുപോകരുത്. ഇത്തരം വൃത്തികെട്ട ആഘോഷങ്ങളിലും ദിവസങ്ങളിലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാനസികമായിട്ട് പോലും ഒരു സപ്പോർട്ട് നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഏതെങ്കിലും രൂപത്തിലുള്ള എന്തെങ്കിലും പോരായ്മകൾ, തിന്മകളിൽ നമ്മൾ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ എത്രയും വേഗം പിന്മാറിക്കോ. ശഅബാൻ മാസമാണ്, റമളാനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. റമളാനിലേക്ക് വേണ്ടി ഒരുങ്ങേണ്ടുന്ന മാസമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ സൂക്ഷ്മതയിൽ, തഖ്വയിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ മുന്നോട്ട് നയിക്കണം. ഇസ്ലാമുമായിട്ടൊരു ബന്ധമില്ല, നമുക്കൊക്കെ അറിയാവുന്ന ഒരു വിഷയം തന്നെയാണ്. ഇത്തരത്തിലുള്ള ഹറാമുകളിൽ പോയി പെടാണ്ടിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ശഅബാൻ മാസത്തിന്റെ പ്രത്യേകതയും റമളാനിലേക്ക് നമ്മൾ ഒരുങ്ങേണ്ടുന്ന മുന്നൊരുക്കവും ഒക്കെ നമ്മൾ ഏറെക്കുറെ പറഞ്ഞു പോയതാണ്. അതുകൊണ്ട് തന്നെ ഇബാദത്തുകളുമായി റമളാനിലേക്ക് നമ്മൾ കടക്കാൻ പരിശ്രമിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നു പോയിട്ടുള്ള എല്ലാ പാകപ്പിഴവുകളും നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, ആദർശ സുഹൃത്തുക്കൾ, നാട്ടുകാർ എല്ലാവർക്കും മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു സ്വർഗം നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളെ കണ്ണിന് കുളിർമയുള്ള, മനസ്സിന് സന്തോഷം തരുന്ന, ഇഹത്തിലും പരത്തിലും ഉപകാരപ്രദമായ സ്വാലിഹായ മക്കളാക്കി വളർത്തിയെടുക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പഠിക്കുകയും ഖുർആനിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഏറ്റവും നല്ല വിശ്വാസികളിൽ അല്ലാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പല രൂപത്തിലുള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ പ്രയാസങ്ങളും, വേദനകളും, വിഷമങ്ങളും അല്ലാഹു പൂർണ്ണമായ സൗഖ്യത്തിലും ആശ്വാസത്തിലും ആഫിയത്തിലുമാക്കി കൊടുക്കുമാറാകട്ടെ. വലിയ രൂപത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന്, പ്രയാസമുള്ള അസുഖങ്ങളിൽ നിന്ന്, ആശുപത്രി കിടക്കകളിലും വീടുകളിലുമായി കിടന്ന കിടപ്പിൽ കഴിയേണ്ടി വരുന്ന അസുഖങ്ങളിൽ നിന്ന്, വേദനയുള്ള അസുഖങ്ങളിൽ നിന്ന്, വലിയ സാമ്പത്തിക ചെലവുകൾ വേണ്ടിവരുന്ന അസുഖങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാം അനുഭവിക്കുന്ന ശാരീരികമായ, മാനസികമായ എല്ലാ വിഷമങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന്, സങ്കടങ്ങളിൽ നിന്ന്, സാമ്പത്തിക പിരിമുറുക്കങ്ങളിൽ നിന്ന്, ടെൻഷനുകളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്നെല്ലാം അല്ലാഹു പൂർണ്ണമായ സമാധാനവും സന്തോഷവും നിർഭയത്വവും ആനന്ദവും നമുക്കും നമ്മുടെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബത്തിൽ അല്ലാഹു കൺകുളിർമയും സന്തോഷവും വർദ്ധിപ്പിച്ചും വർഷിപ്പിച്ചും നൽകുമാറാകട്ടെ. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി പ്രയാസപ്പെടുന്ന പിഞ്ചുമക്കൾ, സഹോദരി സഹോദരന്മാർ, വേദന അനുഭവിക്കുന്നവർ, മരണപ്പെട്ടു പോയവർ, അല്ലാഹു അവർക്കൊക്കെ പൂർണ്ണമായ പ്രതിഫലവും ആശ്വാസവും സമാധാനവും നിർഭയത്വവും മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കൾ അവരുടെ പരീക്ഷാ കാലഘട്ടത്തിലൂടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പഠിക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ഓർത്തുവെക്കാനും ഇഹത്തിലും പരത്തിലും ഉന്നതിയിലേക്ക് എത്താനും നമ്മുടെ മക്കൾക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക സമീഉൻ ഖരീബുൻ മുജീബു ദഅവാതി വയാ ഖാദിൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്റനാ മിനൻ നാർ. റബ്ബനാ هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.